കാറ്റത്തെ കിളികൂറിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഗംഗാധരൻ ജംഗ്ഷനിലുള്ള കടയിൽ വന്നിരുന്ന് സുനന്ദയുടെ വിവാഹത്തെക്കുറിച്ച് വാതോരാതെ സംസാരിക്കുകയാണ്. വിളിച്ച എല്ലാ ബന്ധുക്കളും നാട്ടുകാരും വിവാഹത്തിൽ പങ്കെടുത്തുവെന്നും വിവാഹ സദ്യ ഗംഭീരമായിരുന്നു എന്നുമൊക്കെ ഗംഗാധരൻ പറയുകയാണ്. കൂട്ടത്തിൽ വിവാഹത്തിനു മുൻപ് സുഭാഷിന്റെ വിവാഹം നടത്തുമെന്ന് ഭാസ്കരനും കുടുംബവും വെല്ലുവിളിച്ചിട്ടുണ്ടായിരുന്നു എന്നും എന്നിട്ട് നാട് മുഴുവൻ പെണ്ണു തപ്പി നടന്നിട്ടും ഒന്നും നടന്നില്ല എന്നും പറയുന്നു. ഗംഗാധരന്റെ സംസാരം കേട്ട് കലികയറിയ ഹരീഷ് ഗംഗാധരനെ അവിടെ നിന്ന് മാറ്റി നിർത്തിയിട്ട് പറയുകയാണ്, നിങ്ങളുടെ മരുമകൾ എന്റെ ചേട്ടനെ മതിയെന്ന് പറഞ്ഞു വന്നിട്ടും അത് വേണ്ടെന്ന് വെച്ച് മടക്കി അയച്ചതുകൊണ്ടാണ് ഈ പറയുന്ന വിവാഹം നടന്നത്. നിശ്ചയിച്ച വിവാഹം മുടങ്ങി നിങ്ങൾ നാറേണ്ട എന്ന് കരുതിയാണ് സുഭാഷ് ഏട്ടൻ അങ്ങനെ ചെയ്തത്. ഈ കാര്യം എല്ലാവരും കേൾക്കുന്ന രീതിയിൽ കുറച്ചുറക്കെ ഞാൻ പറയട്ടെ, പിന്നെ നിങ്ങൾക്ക് ഈ നാട്ടിൽ തലയുയർത്തി നടക്കാനാകില്ല, ഹരീഷ് ഗംഗാധരനോട് പറഞ്ഞു. സെക്കൻഡ് റൗണ്ട് ഇന്റർവ്യൂ നാളെയാണെന്ന് പറഞ്ഞ് നിധിക്ക് ഒരു കോൾ വരികയാണ്. നിധി വിളിച്ച് സുഭാഷ് ഏട്ടൻ സുനന്ദയെക്കുറിച്ച് പറഞ്ഞു കരയുകയായിരുന്നു എന്നും, പക്ഷേ ഈ സങ്കടത്തിലും എനിക്ക് സന്തോഷം തരുന്ന കാര്യമാണ് നിധിക്ക് മനസ്സ് ശരിയല്ലെന്ന് തോന്നുമ്പോൾ എന്നെയാണ് ഫോൺ വിളിച്ച് സംസാരിക്കുന്നതെന്നും സുധീഷ് ഹരീഷിനോട് പറയുകയാണ്. കാറിൽ നല്ല ഫുഡിന്റെ മണം വരുന്നത് കണ്ട് ഹരീഷ് ചോദിച്ചു, 10 പൈസ ചെലവഴിക്കാത്ത ആളാണല്ലോ, ഇന്നേ വരെ ആ പഴക്കം കണ്ടിട്ടില്ല, അതുകൊണ്ട് അതിശയിച്ചു പോയതാ. അങ്ങനെ ഹരീഷും സുധീഷും കൂടി കാറിലിരുന്ന് വഴക്കുണ്ടാക്കുകയാണ്. നികേഷ് സുഭാഷിനെ പിടിച്ചിരുത്തി വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നാൽ ഭക്ഷണം ഉണ്ടാക്കണ്ടേ എന്ന് സുഭാഷ് ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും ഫുഡുമായി സുധീഷും ഹരീഷും എത്തി. അങ്ങനെ എല്ലാവരും ഭക്ഷണം കഴിക്കുകയാണ്. പിന്നീട് വിഷമിച്ചിരിക്കുന്ന സുഭാഷിന് വേണ്ടി ഹരീഷും സുധീഷും നികേഷും കൂടി ഒരു ഡാൻസ് കളിക്കുന്നു. സുഭാഷിനെയും അവർ ഒപ്പം കൂട്ടുന്നുണ്ട്. അങ്ങനെ എല്ലാവരും ആസ്വദിച്ചു വരുമ്പോഴേക്കും ഭാസ്കരൻ അകത്ത് വന്നിട്ട്, നിർത്തടാ ഈ പേക്കൂത്ത്, ഇത് ഏത് കാലത്തെ പാട്ടാടാ, നമ്മൾ ട്രെൻഡി ആയിരിക്കണ്ടേ എന്ന് പറയുകയാണ്. അങ്ങനെ ഒരു ട്രെൻഡി സോങ് ഇട്ട് ഭാസ്കരനും അവരോടൊപ്പം ഡാൻസ് കളിക്കുന്നു. പിന്നീട് നിധിയും അവരോടൊപ്പം കൂടുകയാണ്. പിറ്റേന്ന് രാവിലെ ഇന്റർവ്യൂവിന് പോകാൻ റെഡിയായി വന്നിരിക്കുകയാണ് നിധി. ചായ കുടിച്ചിട്ട് പോയാൽ മതിയെന്ന് സുഭാഷ് പറയുന്നു. നിധി ചായ കുടിക്കുന്നത് സുധീഷ് ഫോട്ടോ എടുക്കുകയാണ്. പോകുന്നതിന് മുൻപ് ഒന്ന് പ്രാർത്ഥിക്കാൻ സുഭാഷ് നിധിയോടും സുധീഷിനോടും പറയുന്നു. അപ്പോൾ അടുത്ത എപ്പിസോഡ് നമുക്ക് കാത്തിരുന്ന് കാണാം. അതുവരേക്കും ബൈ.